ഇവിടെ നേരത്തെ പയർ കൃഷി ഉണ്ടായിരുന്നു. ഓൾറെഡി ചാക്കിൽ പയറുണ്ടായിരുന്നു. ആ പയറിൻ്റെ സ്ഥലത്ത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഈ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ ഇടുമായിരുന്നു. ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിൻ്റെ അകത്ത് വന്ന് ഇവിടുന്നോ കിളുത്ത് വന്നൊരു തക്കാളിയാണ്. അപ്പോൾ പയർ പറിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ചാക്കെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ ഇതിൽ തക്കാളി കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നത് കളയണ്ടല്ലോ എന്നും കണ്ട സീസണാണ്. ഇനിയിപ്പം ഈ ഇച്ചിരി വെയിൽ വരുമ്പോഴാണ്, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് തക്കാളി നല്ലോണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത്. അതോടെ നിർത്തി. പക്ഷേ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നുണ്ടോ. നല്ലോണം ഉണ്ട്. ഒരു കൊല്ലം 3, 4, 5 വരെയൊക്കെ ആയി വരുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാൻ പാടില്ല. വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അത് പഴുത്ത് വരുന്നത്, അതായത് തക്കാളി വിളഞ്ഞു വരുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കാണ് ഇത് തണ്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ വേരുപുഴുവിൻ്റെ ശല്യം ഉണ്ടാകും. വേരുപുഴുവിൻ്റെ ശല്യം ഉണ്ടായാൽ നിൽക്കും ഇത് വാടിയങ്ങ് പോകും. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് വാടിപ്പോയല്ലോ എന്ന് ഓർക്കും. അതല്ല, വേരുപുഴുവിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. വേപ്പിണ്ണാക്ക് പിന്നെ പ്രാണികളുടെ കുത്തുന്ന ശല്യം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. പ്രാണികൾ വന്നു പിന്നെ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് കാക്ക അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകും, പക്ഷികളും കൊണ്ടുപോകും. അതിനേക്കാളും മുമ്പ് നമ്മൾ പറിച്ചോണം. ചെറിയൊരു വീഡിയോ മാത്രമാണിത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുപോലുള്ള ചെറിയ ചെറിയ കർഷകരുടെ കൃഷിയെക്കുറിച്ച് അറിയാമെന്നും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ.